എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ മാങ്ങാച്ചാറാണ്. ഈ ഒരു മാങ്ങാച്ചാറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു തരി പോലും വിനാഗിരി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു വർഷം നിങ്ങൾ ഇതുപോലെ അച്ചാർ തയ്യാറാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ അടുത്ത വർഷം വരെ ഒരു കേടും കൂടാതെ നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അപ്പൊ നോക്കാം എങ്ങനെയാണ് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും നല്ലൊരു മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടുവരാം. മാങ്ങാച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 3 കിലോ അളവിലാണ് മാങ്ങ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മരത്തിൽ നിന്നും പറിച്ചെടുത്ത നല്ല ഫ്രഷ് മാങ്ങയാണ്. അച്ചാറൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലുള്ള മാങ്ങയാണ് നമുക്ക് വാങ്ങേണ്ടത്. ഇനി നമുക്കിതിന് കഴുകിയതിന് ശേഷം ഇതിന്റെ വെള്ളം എല്ലാം ഒന്ന് തുടച്ച് വെക്കാം. ഇനി നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം. നമുക്കിന്ന് കിട്ടിയിട്ടുള്ള മാങ്ങ മൂപ്പെത്താത്ത മാങ്ങയാണ്. ഇനി നമുക്ക് ഈ മാങ്ങയെ ഈ ഒരു രീതിയിൽ പിളർന്നെടുക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ കഷ്ണങ്ങൾ ഇതേ രീതിയിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ മാങ്ങ ഞാനിവിടെ മുഴുവനും തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലിയ പീസുകളായിട്ടാണ് മാങ്ങ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് വെക്കാം. നമ്മളിന്ന് ഇവിടെ എടുത്തിട്ടുള്ള 3 കിലോ മാങ്ങയ്ക്ക് ഒരു 100 ഗ്രാം അളവിൽ കല്ലുപ്പ് ചേർക്കുവാണ്. ഇനി നമുക്ക് ഈ മാങ്ങ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മാങ്ങ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊന്ന് എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചെറിയ തീയിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 100 ഗ്രാം അളവില് കടുക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിത് ചെയ്തെടുക്കുമ്പോൾ കടുകൊന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ കൂടെ തന്നെ ഒരു 6 ടീസ്പൂൺ അളവില് ഉലുവ കൂടെ ചേർക്കാം. ഇനി ചെറിയ ചൂടിൽ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കടുകൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടണം. അതുവരെയാണ് നമുക്കിതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത്. ഇത് വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ അച്ചാറാണ്. മാങ്ങ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം വരെ അച്ചാറിനൊരു മുട്ടും ഉണ്ടാവില്ല നമ്മുടെ വീട്ടില്. ചെറിയ തീയില് തന്നെ ചൂടാക്കി എടുത്താൽ മതിയാകും. അല്ലെങ്കിൽ കടുകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാം. പെരിഞ്ചീരകമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് പെരിഞ്ചീരകം ചേർക്കുന്നത്. അല്ലെങ്കിൽ പെരിഞ്ചീരകത്തിന്റെ ഫ്ലേവറൊക്കെ അങ്ങ് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. 3 കിലോത്തിന് 4 ടീസ്പൂൺ അളവിലാണ് പെരിഞ്ചീരകം ചേർത്തിട്ടുള്ളത്. പെരിഞ്ചീരകം കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മുടെ കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് നിരത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിന്റെ ചൂടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് അല്പം തരിതരിപ്പായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചുകൂടി എടുക്കണം. വീണ്ടും ഒരു തരി പോലും വെള്ളമില്ലാത്ത നല്ല ഉണക്കമുള്ള പാത്രം ഒരെണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മളിത് മാങ്ങ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 200 ഗ്രാം അളവില് കാശ്മീരി മുളക് പൊടിയും 5 സ്പൂൺ അളവില് എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയുമാണ്. നമ്മൾ കടുക് വറുത്തെടുത്ത അതേ പാനിൽ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ കടുക് മാറ്റിയ അതേ ചട്ടിയിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയുടെ ചൂടിൽ തന്നെ നമുക്കിതൊന്ന് പൊടി ചൂടാക്കി എടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നമ്മുടെ അച്ചാർ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മുളക് പൊടി ഫ്ലെയിം കൂട്ടി വെച്ച് നിങ്ങൾ ഒരിക്കലും ഇതുപോലെ ഒന്ന് പൊടി ചൂടാക്കി എടുക്കരുത്. 1 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം അളവിൽ നല്ലെണ്ണ ഒന്ന് തിളപ്പിച്ച് ആറിച്ച് വെക്കണം. ചൂടോടുകൂടി തന്നെ നല്ലെണ്ണ നിങ്ങളിതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പോൾ മുളക് പൊടി ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. മുളക് പൊടിയുടെ ആ മണമൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടി എടുത്തു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. മുളക് പൊടിയുടെ കൂടെ തന്നെ നമുക്കിതിലേക്ക് കടുകും ഉലുവയും കൂടെ പൊടിച്ച പൊടി ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂട്ടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല പോലെ വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഒരു തരി പോലും നമ്മുടെ കയ്യിൽ നനവോ പാത്രത്തിലോ സ്പൂണിനോ ഒന്നിനും നനവുണ്ടാകരുത്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ അച്ചാർ തയ്യാറാക്കി ഉടൻ തന്നെ കഴിക്കാൻ പാടില്ല. നമുക്കൊരു മാസക്കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ നമുക്ക് അച്ചാർ കഴിക്കാനായിട്ട് പാകമായി കിട്ടുന്നത്. അച്ചാറിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കണമെങ്കിൽ എടുത്ത് കഴിക്കാം. മക്കൾക്കൊക്കെ കൊടുത്തു വിടാനും വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ.
ഇപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒറ്റയടിക്ക് തന്നെ ഇട്ടാൽ മാങ്ങയിലേക്ക് മസാലകളൊന്നും പിടിച്ച് കിട്ടില്ല. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട്. ആദ്യം ഇട്ട് കൊടുത്ത മാങ്ങയും മസാലയും കൂടെ ഒന്ന് പെരണ്ട് കഴിഞ്ഞാൽ അടുത്ത സെക്ഷനും ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിനെല്ലാം ഇങ്ങനെ പോലെ കൂട്ടി യോജിപ്പിച്ചിളക്കി കൊടുക്കണം. വീണ്ടും ബാക്കിയുള്ള മാങ്ങ കൂടെ ചേർക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാ മാങ്ങയും ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മിക്സ് ചെയ്തെടുക്കാനായിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങാ കഷ്ണങ്ങൾ ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ദിവസം മുഴുവനും തന്നെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതിനു മുമ്പായിട്ട് നമുക്കിതിലേക്ക് നല്ലെണ്ണ തിളപ്പിച്ച് ചൂടാറി ഇതിലേക്കൊന്ന് ഒഴിച്ചുകൂടെ കൊടുക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാച്ചാർ ഇവിടെ റെഡിയാകും. ഒരു ദിവസം മുഴുവനും നമുക്ക് അനക്കാതെ വെച്ചതിന് ശേഷം അടുത്ത ദിവസം കുപ്പികളിലേക്ക് മാറ്റാവുന്നതാണ്. കുപ്പികളിലേക്ക് മാറ്റുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയ കുപ്പിയായിരിക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും ഞാനൊരു നുള്ള് ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ അച്ചാറൊന്ന് മൂടിയും കൂടെ വെച്ച് കൊടുക്കാം. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാറിലേക്ക് നമുക്ക് നല്ലെണ്ണ ചേർക്കാം. നല്ലെണ്ണ ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും ഒരു പിടി കറിവേപ്പിലയും ഒന്ന് എണ്ണയിൽ മുരിയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ അച്ചാർ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൂടെ കൊടുക്കാം. നല്ല ഗ്രേവിയുള്ള ഒരു അച്ചാറാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. പിന്നെ മാങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വേണം എടുക്കാനായിട്ടും. അതുപോലെ ഇതിൻ്റെ ചുവനപ്പും ആ ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയുകയും ചെയ്യരുത്. അപ്പോഴാണ് അച്ചാർ കഴിക്കാനായിട്ട് നല്ല സ്വാദൊക്കെ ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ അച്ചാർ ഞാനിവിടെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ദിവസം മുഴുവനും തന്നെ ഇതേ രീതിയിൽ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ നാളെ ആവുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷമാണ് നമുക്ക് കുപ്പിയിലേക്ക് ആക്കേണ്ടത്. നാളെ നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് അച്ചാറിൽ നിന്നും ധാരാളം വെള്ളമെല്ലാം ഊറി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറാക്കി വെച്ചിട്ട് രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അച്ചാറിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടല്ലോ, ഇതേ ഒരു പാകത്തിലാണ് അച്ചാർ ഇവിടെ ആയി കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ നമ്മുടെ അച്ചാർ എത്ര രുചികരമായിട്ടാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. വിനാഗിരി ഒന്നും തന്നെ ചേർക്കാതെ മാങ്ങ പറിച്ച് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു സിമ്പിൾ അച്ചാർ നിങ്ങളെല്ലാവരും വീടുകളിൽ തയ്യാറാക്കി വെക്കണം. ഈ ഒരു വർഷം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ നമുക്ക് ഒരു കേടുപാടും കൂടാതെ തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അച്ചാറിലേക്ക് വിനാഗിരി ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾ എടുക്കുന്ന മാങ്ങ പുളിപ്പില്ലാത്തതാണെങ്കിൽ വിനാഗിരി ചേർത്ത് വേണം അച്ചാർ തയ്യാറാക്കി എടുക്കാനായിട്ടും. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള മാങ്ങയ്ക്ക് നല്ല പുളിപ്പുണ്ട്, അതുകൊണ്ട് ഞാനിതിലേക്ക് വിനാഗിരി ചേർക്കുന്നില്ല. അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം തയ്യാറാക്കി എടുക്കാനായിട്ടും. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങളും കയ്യിലുകളും കുപ്പികളും എല്ലാം തന്നെയും നല്ല പോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വേണം തയ്യാറാക്കി എടുക്കാനായിട്ടും. മാങ്ങ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ അതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളത്തിന്റെ അംശം ഉണ്ടാകാനും പാടില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് അച്ചാറുകൾ നമുക്ക് ഒരുപാട് കാലത്തേക്ക് ഒരു മായവും കലർത്താതെ ഉണ്ടാക്കി സൂക്ഷിക്കാനും പറ്റുന്നത്. ഈ അച്ചാറ് കുപ്പിയിലേക്ക് മാറ്റാം. കല്ലുപ്പിട്ട് കുപ്പി നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയൊക്കെ കൊണ്ടിട്ട് കുപ്പി ഒന്ന് കഴുകി അതിനുശേഷമാണ് നമ്മൾ ഈ അച്ചാറ് നിറക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെ സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും കാണാം.